മന്തിന്റെ ഇയർ എൻഡ് എല്ലാം വന്നിരിക്കുകയാണ്. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഓഫേഴ്സ് നമ്മൾ കാണിച്ചു കൊടുക്കാം, കണ്ട് മനസ്സിലാക്കിയോട്ടെ. 16 ലോൺ നിങ്ങൾക്ക് മാക്സിമം ചെയ്തുതരാം. ഒരു 15 രൂപ ഉണ്ടെങ്കിൽ ഇനീഷ്യൽ പേയ്മെന്റിൽ ഇറക്കി തരാം. 2,75,000 നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ട് തരാം. ഈ എമൗണ്ട് തന്നെ ഫുള്ള് ലോണും ചെയ്ത് ലോൺ കയറും. അടുത്തൊരു വൈറ്റ് സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 2015 മോഡൽ. പുതിയൊരു വണ്ടി നോക്കുന്ന ആൾക്ക് ഒരു 3.5 ലക്ഷം കുറവിൽ ഒരു വണ്ടി വരാം. വെൽ കണ്ടീഷൻ, ഒരു 1.5 ലക്ഷത്തിന് താഴെ ഒരു ഡീസൽ വണ്ടി വേണോ? 2012 മോഡൽ VXi ആണ് വന്നിരിക്കുന്നത്. 4 ടയർ പുത്തനാണ്. TDI വരുന്ന പോളോ GT റെഡ് കളർ GT-യിലേക്ക് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. പോളോ ഡീസൽ ടർബോയില് DCT ആണത്. 1.25 ലക്ഷം രൂപയ്ക്ക് ഒരു 30,000 കിലോമീറ്ററോട് ഐറ്റം തരാം. വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്രെറ്റ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 ഓടിയിട്ടുള്ളൂ. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുഹമ്മദ് ഖാന്റെ സെക്കൻഡ് ചോയ്സിലാണ്. കാലിക്കറ്റ് പാവങ്ങാടാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മന്തിന്റെ ഇയർ എൻഡ് വരുന്നുണ്ട്. ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോൾ. അങ്ങനെ നമ്മള് സെക്കൻഡ് ചോയ്സിൽ ഗാരേജിൽ ഇതാ മുഹമ്മദ് ഖാൻ നമ്മളെ കൂടെ ഉണ്ട്. ഡിസംബർ എൻഡിങ് സെയിലാണ്. ഫുള്ള് അടിച്ചങ്ങോട്ട് വിടും നമ്മള്. അതെ, അതുപോലെ തന്നെ നമ്മളെ ലക്ഷദ്വീപ് യാത്ര കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നില്ലേ? അതിന് ശേഷമുള്ള ഒരു ഫീഡ്ബാക്ക് എടുത്തില്ല. അതിന് ശേഷം നമ്മളിപ്പോ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ വന്നിട്ട് അടിപൊളി യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ മന്തിന്റെ ഇയർ എൻഡ് എല്ലാം വന്നിരിക്കുകയാണ്. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഓഫേഴ്സ് നമ്മൾ കാണിച്ചു കൊടുക്കാം, കണ്ട് മനസ്സിലാക്കിയോട്ടെ. 2014 ഇയോൺ ഇറാപ്പസ് സെക്കൻഡ് ഓണർഷിപ്പ്. ഇതൊക്കെ നമുക്കൊരു 1.60 ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 30 രൂപ ഇനിഷ്യൽ പേയ്മെന്റിൽ വണ്ടി കൊടുക്കാം. ഒരു 1,90,000 വണ്ടി കൊടുക്കാം. 1.90. ഒരു 30,000 രൂപ ഉള്ള ആൾക്ക് ബാക്കി നമ്മൾ ലോൺ ചെയ്ത് 2014 മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത്. 60,000 ഓടിയിട്ടുള്ളൂ. വെൽ കണ്ടീഷൻ വണ്ടി, റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല, പക്ക കണ്ടീഷൻ ആണ്. അത്യാവശ്യം അതേപോലെ തന്നെയുള്ള 2016 വണ്ടി, ഫസ്റ്റ് ഓണർഷിപ്പിൽ 83,000 കിലോമീറ്റർ ഓടിയ വണ്ടി, 2,15,000 ആൾട്ടോ. 16 ആണ് ലോൺ നിങ്ങൾക്ക് മാക്സിമം ചെയ്ത് തരാം. ഒരു 15 രൂപ ഉണ്ടെങ്കിൽ ഇനിഷ്യൽ പേയ്മെന്റിൽ ഇറക്കി തരാം. 2 വരെ അതിന് ലോൺ ചെയ്ത് തരാം. ലോൺ കയറും. ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നെക്സ്റ്റ് വരുന്നത് 2011 പോളോ. ചെറിയ വർക്കൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഡീലർമാരൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ. 1,50,000 2011 മോഡൽ റെഡ് ലൈൻ പോളോ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് വേറെ പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് 3 സ്വിഫ്റ്റ് പെട്രോൾ. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വെഹിക്കിളാണ്. 2013 ZXi ഫുൾ ഓപ്ഷൻ ZXi 3,90,000. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? ഇത് ഓണർഷിപ്പ് വരുന്നത് തേർഡ് ഓണർഷിപ്പ്. നെക്സ്റ്റ് 2014 തരാം. 14 മോഡൽ 14 ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി കേട്ടോ. ഇതില്ലേ 68,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, വെൽ കണ്ടീഷൻ ആണ്. VXi ആണ്. 4,20,000 2014 തരാം. 14 മോഡൽ VXi അല്ലേ. നെക്സ്റ്റ് 2015 തരാം. അടുത്തൊരു വൈറ്റ് സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 2015 മോഡൽ, 85 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4,45,000. ഇതും VXi. അപ്പോൾ നിങ്ങൾക്ക് 3 സ്വിഫ്റ്റ് ഇവിടെ വന്ന് നോക്കുന്ന ആൾക്കാർക്ക് 2015 കാണാം, 14 ഗ്രേ കാണാം, 13 ബ്ലൂ കാണാം. അല്ലെ ഇത് മാത്രം ZXi വരുന്നത്. ബാക്കി രണ്ടും മിഡിൽ ഓപ്ഷൻ ആണ്. VXi ആണ് വരുന്നത്. 3 പെട്രോൾ ആണ് വന്നിരിക്കുന്നത്. അടുത്ത് നെക്സ്റ്റ് വരുന്നത് ഒരു വെൽ കണ്ടീഷൻ, ഒരു 1.5 ലക്ഷത്തിന് താഴെ ഒരു ഡീസൽ വണ്ടി വേണോ? ഡീസൽ, അതും ഫുൾ ഓപ്ഷൻ. സ്വിഫ്റ്റ് ZXi വരുന്ന എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് എല്ലാം. 1,30,000 രൂപയ്ക്ക് LTZ എന്നുള്ള ഓപ്ഷൻ തരാം. വേരിയന്റ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. എല്ലാ ഭാഗവും ഓക്കെ ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് ടിൽറ്റ് വരും, ABS ബ്രേക്കിംഗ് വരുന്നുണ്ട്, 2 എയർ ബാഗ് വരുന്നുണ്ട്, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഡീഫോഗർ വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന വണ്ടി. 1,35,000 വരും. 1.35 നല്ലൊരു ബീറ്റ് ഉണ്ട്. നെക്സ്റ്റ് 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ ഓടിയ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വെഹിക്കിള്. 1.5 ലക്ഷത്തിൽ കൂടുതൽ ലോണും ചെയ്തുതരാം. 1,70,500 തരാം. എനിക്ക് തോന്നുന്നു നല്ലൊരു ഫയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് ലോണിൽ ഇറക്കി കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിയ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ. നെക്സ്റ്റ് 2021 മോഡൽ. അടുത്തത് നല്ലൊരു ടിയാഗോ, റെഡ് ടിയാഗോ വന്നിട്ടുണ്ട്. XZ സിംഗിൾ ഓണർഷിപ്പ്, 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വണ്ടി. 5,30,000 കൊടുക്കാം. 5 വരെ ലോണും ചെയ്തു. ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയുള്ള XZ മാനുവൽ ആണ് വന്നിരിക്കുന്നത്. അടുത്തത് 2018 സെക്കൻഡ് ഓണർഷിപ്പിൽ ആകെ 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി ചാൻസ് റേറ്റിൽ തരാം. അതും ഫുൾ എമൗണ്ടിൽ 3,40,000. 2018 1.2 XT തരാം. ടിയാഗോ XT 18 മോഡല്
ടിയാഗോ XT ആണ് വന്നിരിക്കുന്ന വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിൽ അതും നല്ല ഓറഞ്ച് കളർ. 3,45,000 ഫുൾ എമൗണ്ട് ലോൺ കയറും. നെക്സ്റ്റ് വരുന്നത് റിഡ്സ് VXI സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, അല്ല സോറി, സിംഗിൾ ഓണർഷിപ്പിൽ 63,000 കിലോമീറ്റർ ഓടിയ റിഡ്സ് പെട്രോൾ VXI 2012 മോഡൽ VXI ആണ് വന്നിരിക്കുന്നത്. 4 ടയർ പുത്തനാണ്. ഓക്കെ. ആകെ ഒരു 100 കിലോമീറ്റർ ഓടിയിട്ടില്ല. വെൽ കണ്ടീഷനാണ് വണ്ടി, വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 2,75,000 നമുക്ക് ലോൺ ഇതിനൊരു 2,40 വരെ ചെയ്യും. 40 ലോണും കയറുന്ന നല്ലൊരു വണ്ടി. പിന്നെ റിഡ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു വണ്ടി കൂടിയാണ്. 1.2 ആണ് എഞ്ചിൻ വരുന്നത്. 1.2 ലിറ്റർ എഞ്ചിന് വരുന്ന വണ്ടിയാണ്. നെക്സ്റ്റ് ചാൻസ് റൈറ്റിൽ നമ്മളൊരു ന്യൂ ഇയർ ഓഫർ എന്നുള്ള രീതിയിൽ ഒരു അടിപൊളി വണ്ടി പരിചയപ്പെടുത്തി തരാം. 2013 മോഡല് മാഗ്ന, നല്ലൊരു i20 മാഗ്ന സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി വെൽ കണ്ടീഷൻ ആണ്. നമുക്ക് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ മൈലേജ് ഒരു 12-13 റേഞ്ചിൽ മൈലേജും കിട്ടും. അതെ, ഡീസലിനെ അപേക്ഷിച്ചിട്ട് പെട്രോൾ കുറവാണ്. വീണ്ടും ഒരു 1.2 എഞ്ചിന്റെ ഇത് നമ്മൾ 2013 കൊടുക്കുന്നത് 2,75,000 നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ട് തരാം. ഈ എമൗണ്ട് തന്നെ ഫുള്ള് ലോണും ചെയ്ത് ലോണും കയറും. 13 വണ്ടി i20 വില ഓൾമോസ്റ്റ് ഫുൾ ലോണും കയറുന്ന ഒരു നല്ലൊരു വണ്ടി കൂടിയാണ്. ഫ്രണ്ട് നല്ല ടയേഴ്സ് ആണ്, ബാക്ക് ആവറേജ് ആണ്, അത്യാവശ്യം നല്ല പ്രൊഫൈൽ കാര്യങ്ങളൊന്നും ഇല്ല, ഒരു കണ്ടീഷൻ വണ്ടി. അതെ. അടുത്ത് നെക്സ്റ്റ് പുതിയൊരു വണ്ടി നോക്കുന്ന ആൾക്ക് ഒരു 3.5 ലക്ഷം കുറവിൽ ഒരു വണ്ടി വരാം. പക്ഷെ വന്നിരിക്കുന്നത് i10 അല്ലേ? 2023 മോഡല് നിയോസ് ട്രാൻസ്മിഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6 ലക്ഷം രൂപയ്ക്ക് വരാം. റൈറ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരു വർഷം പോയേക്കുള്ളൂ. മാനുഫാക്ചർ വാറണ്ടി 23 മോഡല് i10 ഗ്രാൻഡ് i10 വാറണ്ടി നിലവിലുള്ള വണ്ടിയാണ്. അപ്പൊ എടുക്കുന്ന ആൾക്ക് ടെൻഷൻ ഫ്രീ ആണ്. ഒരു വർഷം പോയേക്കുള്ള വണ്ടി 3.5 ലക്ഷം ഓൺ റോഡ് റൈറ്റ് കുറച്ചിട്ട് തരാം. 6 ലക്ഷം രൂപയ്ക്ക് നല്ല ഡീൽ തന്നെയാണ്. അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്ത പുതിയ വണ്ടി, അത്യാവശ്യം കുറഞ്ഞ കിലോമീറ്റേഴ്സ്, കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എടുക്കുന്ന ആൾക്ക് എഞ്ചിൻ സൈഡ് നോക്കേണ്ട കാര്യമില്ല. മാനുഫാക്ചർ വാറണ്ടി നിലവിലുള്ള വണ്ടി. അടുത്ത വീണ്ടും ഒരു പോളോ GT ആണ് കേട്ടോ. TDIയിൽ വരുന്ന പോളോ GT റെഡ് കളർ GTയിലേക്ക് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. പോളോ ഡീസൽ ആണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. GT ഉള്ള, അപ്പൊ GTന്റെ റൈറ്റ് എല്ലാവർക്കും അറിയാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 6,35,000 ഞങ്ങൾ വണ്ടി വരാം. 6.35. ഇതിന്റെ ലോൺ നിങ്ങൾക്ക് 6.25 ലോൺ ചെയ്തു. നല്ല ഡീല്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ല വണ്ടി കേട്ടോ. ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ല വണ്ടി. 2018 ആൾക്കാർ വന്നോളൂ. ഇത് കൂടാതെ 3 പോളോ കാണിച്ചു തരാം. 2013 ഇതാണ് വൈറ്റ്. 2013 മോഡല്. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 4,20,000 വണ്ടി തരാം. ഇതിന് നമുക്ക് ഓണർഷിപ്പ് ഫസ്റ്റ് തന്നെ സിംഗിൾ ഓണർഷിപ്പ്, രണ്ടും സിംഗിൾ ഓണർഷിപ്പ്. പോളോ GT രണ്ടും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള നല്ല വണ്ടി. അടുത്തൊരു വൈറ്റും റെഡും. അടുത്ത നമ്മളൊരു ചാൻസ് റൈറ്റിൽ ഒരു വണ്ടി കൂടെ കാണിച്ചു തരാം. 2018 മോഡല് ആസ്റ്റ ഓപ്ഷനിൽ സിംഗിൾ ഓണർഷിപ്പ്, 83,000 കിലോമീറ്റർ, പെട്രോൾ വന്നിരിക്കും. എത്രയായിരിക്കും വില? 5,60,60,000 ഞങ്ങൾ തരാം. ഇതിന്റെ റൈറ്റ് നിങ്ങൾക്ക് നോക്കാം, കമ്പാരിസൺ നടത്താം, ഒക്കെ ചെയ്യാം. ലോണും ഫുൾ എമൗണ്ട് ലോണും ചെയ്തു തരാം. ഓപ്ഷനിലെ റൈറ്റ് ഒന്ന് കുറവുള്ളവരൊന്ന് കമന്റിൽ വന്നോളി. അത്രയും റൈറ്റ് നെറ്റ് ആക്കിയിട്ടാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററും കുറവാണ്, റീപ്ലേസ്മെന്റ് ഇല്ല, വെൽ കണ്ടീഷൻ ആണ്, ടയർ ഒക്കെ കാര്യങ്ങളും ഓക്കെയാണ്. ആസ്റ്റയിൽ ഓപ്ഷനിലാണ് കേട്ടോ. നമ്മൾ i20ന്റെ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു. അതിൽ വന്നിരിക്കുന്ന ആസ്റ്റ വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്. 2018 മോഡൽ ആസ്റ്റ, സിംഗിൾ ഓണർഷിപ്പ് ആണ്, വെൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വണ്ടി. നേരെ കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത നമ്മൾ വന്നിരിക്കുന്ന ഹുണ്ടായിന്റെ വെർണയിലേക്കാണ്. ഏതാണ്? സെക്കൻഡ് ഓണർഷിപ്പിൽ 76,000 കിലോമീറ്റർ ഓടിയ കോഴിക്കോട് രജിസ്ട്രേഷൻ വെർണ EX 2013, 4,20,000 രൂപയ്ക്ക് വരാം. 13 മോഡൽ. അത്ര തന്നെ ലോണും ചെയ്തുതരാം. ഫുൾ എമൗണ്ട് ലോൺ കയറുന്ന ഒരു വെർണ 2013, 14 രജിസ്ട്രേഷൻ വരുന്ന വെൽ കണ്ടീഷൻ വണ്ടി. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 2019 മോഡല് വെന്യൂ. ഇതില് ടർബോയില് DCT ആണത്. ഓട്ടോമാറ്റിക്കലി വരുന്ന DCT 7DCT വന്നിരിക്കുന്ന ഡബിൾ ക്ലച്ചിൽ വരുന്ന ഓട്ടോമാറ്റിക് വെർഷൻ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1 lakh താഴെ ഓടിയ ലോണ് നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടി കേട്ടോ. 8,40,000 രൂപയ്ക്ക് കൊടുക്കാം. 8,40,000 ലോണും ചെയ്തുതരാം. 2019 മോഡല് പെട്രോൾ 7DCT ആണ് വന്നിരിക്കുന്നത്. എഞ്ചിൻ ഓട്ടോമാറ്റിക് വെഹിക്കിൾ. ഓക്കെ, നല്ല ഡീൽ. അടുത്തത് നെക്സ്റ്റ് വരുന്നത് ഒരുപാട് പേര് ക്രെറ്റ ചോദിക്കുന്നതാണ്. കുറഞ്ഞ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, രണ്ടും അടങ്ങിയ വണ്ടിയാണിത്. ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ആണ് ഓണർഷിപ്പ്. 2021 മോഡല് എന്നുള്ള വേരിയന്റില്. ഇതും നമുക്ക് 11 ലക്ഷം വരെ ലോൺ ചെയ്തെടുക്കാം. 30,000 രൂപ ഉണ്ടെങ്കിൽ വെൽ കണ്ടീഷൻ ക്രെറ്റ ഇറക്കി കൊണ്ടുപോകാം.
വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്രെറ്റ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഓണർഷിപ്പ് അതും സിംഗിൾ ആണ്, single ownership ആണ്. 50,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. ലോ കിലോമീറ്റർ ആണ്. വെന്യൂ ഇതേപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ ആകെ 51,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാൻ 2021 മോഡൽ തന്നെ പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ. ഓക്കെ. 6,80,000 ഫുള്ള് ലോണും ചെയ്തു. 2021 മോഡൽ നല്ലൊരു വെന്യൂ. അടുത്ത് ക്യാപ്ചർ ഫുൾ ഓപ്ഷൻ. ക്യാപ്ചർ അല്ല, സോറി, RXT ഫുള്ളിന്റെ നേരത്തെ ആയ RXZ ആണ് ഫുൾ ഓപ്ഷൻ വരിക. സിംഗിൾ ഓണർഷിപ്പ് 66,000 കിലോമീറ്റർ. ഇത് നമുക്ക് 2018 മോഡൽ ഫുൾ എമൗണ്ട് ലോണിൽ ഇതും ചെയ്ത് കൊടുക്കാം. 6,50,000. 6 ലക്ഷത്തിന് കിട്ടുന്ന 2018 RXT വരുന്ന ക്യാപ്ചർ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ മാനുവൽ. അതെ. ഓക്കെ. നെക്സ്റ്റ് 1.25 ലക്ഷം രൂപയ്ക്ക് ഒരു 30,000 കിലോമീറ്റർ കൂടി ഐട്ടം തരാം. വീണ്ടും നമ്മൾ ഐട്ടണിലേക്ക് വന്നിരിക്കുകയാണ്. 1,75,000 വരുള്ളൂ. വണ്ടി വെൽ കണ്ടീഷൻ ആണ്. 4 ടയർ പുതിയതാണ്. 1.25 ലക്ഷം രൂപയ്ക്ക് ലോൺ കയറില്ല. ക്യാഷ് ഡീൽ. നല്ലൊരു വണ്ടി നോക്കുന്ന ആൾക്കാർക്ക്, കിലോമീറ്റർ കുറഞ്ഞൊരു വണ്ടി നോക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് 1.75-ന് 34,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 1.75-ന് ലാസ്റ്റ് ആണ്. ലോൺ കിട്ടാത്തൊരു വണ്ടി കൂടിയാണ്. നെക്സ്റ്റ് വരുന്നത് 2017 സ്പോർട്സ് ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ് 1.2-ൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ്. ആകെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3,85,000 കൊടുക്കാം. നമുക്ക് ലോണും 3,60,000 വരെ ലോണും. ഇതിൽ ഏകദേശം ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ടിന്റെ ക്ലോസ് ആയിട്ട് നമുക്ക് ലോൺ കിട്ടുന്ന നല്ലൊരു ആണെങ്കിൽ കയറ്റി കൊടുക്കാം. ഓക്കെ. അടുത്ത ജാൻസർ ഐറ്റിൽ തന്നെ രണ്ടാമത്തെ ഒരു ഗ്രാൻഡ് ഐറ്റം 2017 മോഡൽ 18 മാഗ്നയാണ്. ഇത് സ്പോർട്സ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 3,55,000 കൊടുക്കാം. 3,85 3,55. ഓക്കെ. ചെറിയ വ്യത്യാസം തന്നെയുള്ളൂ. ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ലാഖിന് താഴെയുള്ള മോഡൽ കൂടിയ വണ്ടി. 2018 സിംഗിൾ ഓണർഷിപ്പ് 84,000 കിലോമീറ്റർ 1,85,000 കൊടുക്കും. റെഡിഗോ ആ എമൗണ്ട് തന്നെ ലോണും ചെയ്തുതരാം. 175 ഒക്കെ റെഡിയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ കുറെ ഫുൾ എമൗണ്ട് ലോൺ കിട്ടുന്ന വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നല്ലൊരു നമ്മൾ GT, മൂന്നാമത്തെ GT, 2 GT നമ്മൾ വീഡിയോയിൽ കാണിച്ചു. മൂന്നാമത്തെ GT 2016 മോഡൽ ഹൈലൈനിൽ PSI പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. ഹൈലൈൻ വേരിയന്റ് വന്നിരിക്കുന്നത്. ഹൈലൈനിൽ ഇത് GT ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 2016 മോഡൽ. ഓക്കെ. എങ്ങനെ റേറ്റ്? 5.25 ആണ്. നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ കുറയ്ക്കാം. ഓക്കെ. 5.25 ആണ് ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ മൂന്നാമത്തെ GT ആണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മോഡൽ കൂടെ നമ്മൾ വീഡിയോയിൽ കാണിച്ചതൊക്കെ എല്ലാം ലോൺ കയറുന്ന കാറ്റഗറിയുള്ള വണ്ടികളാണ്. ഒരു B2 ഒഴികെ ബാക്കിയെല്ലാം ലോൺ കയറും. ആൾട്രോസ് 2020 മോഡൽ XM ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ. ഇത് നമുക്ക് 5,70,000 ഫുൾ എമൗണ്ടിൽ ലോൺ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്. പെട്രോൾ മാനുവൽ പെട്രോൾ ആണ്. അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വണ്ടി. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ. അടുത്ത് 2014 മോഡൽ ഒരു വെർണ ഓട്ടോമാറ്റിക് വരാം. വീണ്ടും ഒരു വെർണ പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് 64,000 കിലോമീറ്റർ വെൽ കണ്ടീഷൻ വണ്ടി. ഒന്ന് റൈറ്റ് ഒക്കെ ഒന്ന് നോക്കിക്കോളൂ. 5,20,000 രൂപയ്ക്ക് വരാം. 5,25 വെൽ കണ്ടീഷൻ വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് SX 80 14 മോഡൽ 1.6 ആണ് എഞ്ചിൻ വരിക. 2014 മോഡൽ 1.6 സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. അതും ഓട്ടോമാറ്റിക്. അടുത്തത് ഒരു 3.5 ലക്ഷത്തിന് താഴെയുള്ള ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. അതും സെഡാനിൽ ആക്സെന്റ് 2014 SX ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. 80 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന 2014 ആക്സെന്റ് 59,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 3,45,000 കൊടുക്കാം. 3,45 കൊടുക്കാം. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. നമുക്ക് ഈ എമൗണ്ടിൽ തന്നെ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത മറ്റൊരു എക്സെന്റ് പെട്രോൾ. നേരത്തെ കാണിച്ചത് ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ തന്നെ മാനുവൽ 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 85,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 4,20,000 രൂപയ്ക്ക് കൊടുക്കാം. 4,25 മാക്സിമം ലോൺ 4 ലാഖ് വരെ ചെയ്തുതരാം. സിംഗിൾ ഓണർഷിപ്പ്, മറ്റേ സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. നെക്സ്റ്റ് ഡിസയർ VXI 2013 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 71,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ റൈറ്റ് എന്നുള്ള രീതിയിൽ 3,15,000 കൊടുക്കും. 3,15 100% ലോൺ കയറുന്ന ഒരു വണ്ടി കേട്ടോ. 13 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 70,000 കിലോമീറ്റർ. നല്ല ഡീൽ. സ്റ്റോക്കിൽ വരുന്ന ഒരു പെട്രോൾ എത്തിയോസ് ചോദിക്കുന്നതാണ്. G എന്നുള്ള വേരിയന്റിൽ മാനുവൽ സെക്കൻഡ് ഓണർഷിപ്പ് 89,000 കിലോമീറ്റർ 4,30,000 കൊടുക്കുക. 4,30,000 2016 എത്തിയോസ് ലിവ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ 89,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ. നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ റൈഡിൽ ഇഗ്നീസ് വരും. ഇഗ്നീസിലേക്ക് വന്ന് സെഗ്മ 2018 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 73,000 കിലോമീറ്റർ 3,95,000 വരാം. 3,95,000 3.25 വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 20 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഇഗ്നീസ് ഇറക്കി കൊടുക്കാം. 2018 പെട്രോൾ മാനുവൽ. ഓക്കെ.
ഒരു സ്പെഷ്യൽ റേറ്റിൽ തന്നെ ബ്രിയോ അതാ 3,45,000 2015 VX മാനുവൽ ട്രാൻസ്മിഷൻ സെക്കൻഡ് ഓണർഷിപ്പ് ഫുൾ ലോഡ് ബ്രിയോ തരാം 3,45,000. ഓക്കെ, ഫുൾ ലോഡ് വണ്ടി. നെക്സ്റ്റ് ഒരു ഫുൾ എമൗണ്ട് ലോൺ കയറുന്ന ഗ്രാൻഡ് ആയിട്ടും തരാം. 2016 സ്പോർട്സ് 1.0 വരുന്ന സിംഗിൾ ഓണർഷിപ്പ് 3,4 ലക്ഷം രൂപയ്ക്ക് ഒരു ഗ്രാൻഡ് ആയിട്ടും തരാം. അതും ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് തരാം. 3,4 ലക്ഷം ലോൺ ചെയ്ത് തരാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉള്ളതിൽ ഇപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ച ഒട്ടുമിക്ക വണ്ടി ലോൺ കയറുന്നതാണ്. ഒരു ഷെവർലെ ബീറ്റ് ഒഴികെ ബാക്കി എല്ലാത്തിനും ലോൺ കയറും. അതും നമുക്ക് 90% 95 കയറുന്നതുകൊണ്ട് 100 എന്ന് വെച്ചാൽ ഫുൾ എമൗണ്ട് കയറുന്ന ഒരു 10-12 വണ്ടികളും ഈ സ്റ്റോക്കിലുണ്ട്. ഓക്കെ, നമ്മൾ ഏകദേശം എത്ര കളക്ഷൻസ് കാണിച്ച് 40 വണ്ടികളുണ്ട്. എല്ലാ വണ്ടികളും നിങ്ങൾക്ക് 100% ലോണിലേക്ക് കയറ്റി തരാം. മാക്സിമം ലോൺ കയറുന്ന വണ്ടികളുള്ളൂ. ചെറിയ ഇനീഷ്യൽ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന 5-10 കൊടുത്താൽ പോലും ഇറക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട്. അപ്പൊ നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് വന്നോളൂ. കൂടുതൽ അപ്ഡേഷൻസ് കയറാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വന്ന് നിങ്ങൾ വിളിക്കേണ്ട, വന്നോളൂ. ആ സമയത്ത് എന്തായാലും ഇവിടെ ഒത്തിരി സ്റ്റോക്കുകളുണ്ട്. അപ്പൊ നമ്മളിത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 20-ാം തീയതിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് 25-ാം തീയതി 30-ാം തീയതി ഉള്ളിൽ ഒരുപാട് കേസുകൾ ഇതിൽ കയറാനുണ്ട്. തന്നെ ഒരുപാട് കളക്ഷൻസ് ഇനിയും വരാനുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ സ്റ്റോക്കും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പെട്രോളും ഡീസലും ഓട്ടോമാറ്റിക്കും എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എമൗണ്ട് മാത്രം ഇനീഷ്യൽ പേയ്മെന്റ് കൊടുത്ത് ഫുൾ ഓൺ തന്നെ മെജോറിറ്റി വണ്ടികളും കിട്ടുന്നുണ്ടെങ്കിലും 5,000-10,000 ഒക്കെ കൊടുത്ത് ഇനീഷ്യൽ പേയ്മെന്റ് കൊടുത്താൽ കിട്ടുന്ന വണ്ടികൾ ഇനിയേ ഉള്ളൂ. നമ്മൾ ഇതിൽ മാക്സിമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഓണർഷിപ്പും സെക്കൻഡ് ഓണർഷിപ്പ് ക്വാളിറ്റിയുള്ള വെഹിക്കിൾസും ആണ്. ഇതിൽ നമ്മൾ ലോ ബഡ്ജറ്റിന്റെ ഒരു സെക്ഷൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം ഈ മാക്സിമം ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ വണ്ടിയും ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടികൾ മാത്രമാണ് ഞങ്ങൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കുന്നതിനെക്കാട്ടിയും എത്രയോ കുറച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇട്ടതും. അതും നിങ്ങൾക്ക് മാക്സിമം ലോൺ ചെയ്യാം. അതായത് ഓക്കെ, പിന്നെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ കാറ്റലോഗ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനായിരിക്കും കോൺടാക്ട് ചെയ്തോളുക. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്താലോ? സ്റ്റോക്കുകൾ എന്തായാലും 31-ാം തീയതി വരെ ഇവിടെ കംപ്ലീറ്റ് സംഭവം ഉണ്ടാവും. അത് നമ്മൾ ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സെയിൽ. പിന്നെ അതുപോലെ തന്നെ ഇവരെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഡെയിലി വീഡിയോസ് എല്ലാ വണ്ടികളും പുതിയ സ്റ്റോക്കിന്റെ ഒക്കെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഫോളോ ചെയ്തോളാം. ചാനലിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്, ന്യൂ ഇയർ. ഓക്കെ, ബൈ.